അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത എക്സസൈസിന് ആൻസറും കൂടി ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഏകവചനമുള്ള സെൻറ്റൻസാണ് കൊടുത്തിട്ടുള്ളത്. ഏകവചനമുള്ള ബുദ്ധിയില്ലാത്ത വസ്തുക്കൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ മറ്റേ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ അടക്കമുള്ളതാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഹാദാ കലമുൻ ജദീദുൻ. അപ്പോൾ അത് ഏകവചനാണ്. ഇനി അതിനെ ബഹുവചനാക്കണം. ഇങ്ങനെ ബഹുവചനാക്കുക. ഹാദിഹി അക്ലാമുൻ ജദീദത്തുൻ. ഓക്കെ, അപ്പോൾ ഹാദ ഹാദിഹിയായി, ജദീദുൻ ജദീദത്തുനായി. കാരണം കലമുൻ ബുദ്ധിയില്ലാത്ത വസ്തുവാണ്. അത് അക്ലാമുൻ എന്ന ബഹുവചനായപ്പോൾ എന്തായി? ഹാദ ഹാദിഹിയായി, ജദീദുൻ ജദീദത്തുനായി. ഓക്കെ, അങ്ങനെ ഓരോന്നും ചെയ്യണം. അൻ നജ്മു ജമീലുൻ. നക്ഷത്രം ഭംഗിയുള്ളതാണ്. അപ്പോൾ എന്താ അങ്ങനെ ബഹുവചനാക്കുക? അന്നുജൂമു ജമീലത്തുൻ. അന്നുജൂമു ജമീലത്തുൻ. ദാലിക കിതാബുൻ ഖദീമുൻ. ആ പുസ്തകം പഴയതാണ്. ഖദീമുൻ എന്ന് പറഞ്ഞാൽ പഴയത്. അപ്പോൾ അതിനെങ്ങനെ ബഹുവചനാക്കുക? കിതാബ് ബഹുവചനാകുമ്പോൾ ഇതേ സെൻറ്റൻസ് എങ്ങനെയാകാം? തിൽക്ക കുത്തുബുൻ ഖദീമത്തുൻ. തിൽക്ക കുത്തുബുൻ ഖദീമത്തുൻ. അപ്പോൾ ദാലിക്ക എന്തായി? തിൽക്കയായി. ഓക്കെ, ദാലിക്ക മുഅന്നസാക്കണം, തിൽക്ക. പിന്നെ കിതാബാണ് ബഹുവചനായത്, കുത്തുബുൻ. പിന്നെ അതിൻ്റെ വിശേഷണം ഖദീമുൻ ഖദീമത്തുൻ, സ്ത്രീലിംഗം ഏകവചനം. ദാലിക്കൽ ബുയൂത്തു ജമീലുൻ. ആ വീട് ഭംഗിയുള്ളതാണ്. അപ്പോൾ ആ ബൈത്ത് ബഹുവചനാകുമ്പോൾ എങ്ങനെ വരാം? തിൽക്കൽ ബുയൂത്തു ജമീലത്തുൻ. ആ വീടുകൾ ഭംഗിയുള്ളതാണ്. അപ്പോൾ ദാലിക്ക അതിൻ്റെ മുഅന്നസ് തിൽക്കയാകും. ബൈത്ത് ആണ് ബഹുവചനായത്, ബുയൂത്ത്. ജമീലുൻ എന്താവും? ജമീലത്തുൻ ആവും. കാരണം ബുയൂത്ത് ബഹുവചനായതുകൊണ്ട്. ഹാദ ദർസു സഹലുൻ. ഹാദിഹി ദുറൂസു സഹലത്തുൻ. ഹാദിഹി ദുറൂസു സഹലത്തുൻ. ദാലിക്കൽ ജബലു ബഈദുൻ. ആ കുന്ന് ദൂരെ ഉള്ളതാണ്. ജബൽ എന്ന് പറഞ്ഞാൽ കുന്ന്. അപ്പോൾ തിൽക്കൽ ജിബാലു ബഈദത്തുൻ. ജബലിൻ്റെ ബഹുവചനം ജിബാലുൻ. അപ്പോൾ തിൽക്കൽ ജിബാലു ബഈദത്തുൻ, സ്ത്രീലിംഗാക്കണം. ഹാദൽ മക്തബു മക്സൂറുൻ. അപ്പോൾ ഹാദിഹിൽ മക്കാത്തിബു മക്സൂറത്തുൻ. മക്തബിൻ്റെ ബഹുവചനം മക്കാത്തിബു. മക്സൂറിന് എന്താവും? സ്ത്രീലിംഗാവും, മക്സൂറത്തുൻ. കാരണം മക്കാത്തിബു ബഹുവചനാണ്. ഹാദ എന്താവും? ഹാദിഹിയാവും. ഹാദ മസ്ജിദുൻ ജമീലുൻ. മസ്ജിദിൻ്റെ ബഹുവചനം എന്താ? മസാജിദു. അപ്പോൾ ഹാദ എന്താവും? ഹാദിഹി. ഹാദിഹി മസാജിദു ജമീലത്തുൻ, സ്ത്രീലിംഗാവും. ഹാദിഹി സാഅത്തുൻ റഖീസത്തുൻ. ഹാദിഹി സാഅത്തുൻ റഖീസത്തുൻ. ഇവിടെ ശ്രദ്ധിക്കണം, സാഅത്തുൻ ആദ്യ സ്ത്രീലിംഗാണ്. അപ്പോൾ ഈ ഉദാഹരണം പുല്ലിംഗമല്ല, സ്ത്രീലിംഗാണ്, സാഅത്തുൻ. അപ്പോൾ ഹാദിഹി സാഅത്തുൻ, സാഅത്തുൻ്റെ ബഹുവചനം എന്താ? സാഅത്തുൻ. അപ്പോൾ ഹാദിഹിക്ക് മാറ്റം വരുമോ? ഇല്ല, ഹാദിഹി തന്നെ. ഹാദിഹി സാഅത്തുൻ. റഖീസത്തുനും മാറ്റം വരില്ല, കാരണം ഇത് സ്ത്രീലിംഗാണ് ഓൾറെഡി. വാച്ച് അറബി ഭാഷയിൽ സാഅത്തുൻ സ്ത്രീലിംഗാണ്. അപ്പോൾ അതിനെ ബഹുവചനാക്കുമ്പം ഹാദിഹി സാഅത്തുൻ റഖീസത്തുൻ. തിൽക തായിറത്തു കബീറത്തുൻ. അപ്പോൾ അതിൻ്റെ ബഹുവചനം ആക്കുമ്പോൾ എന്താ വരാ? തായിറത്തിൻ്റെ ബഹുവചനം എന്താ? തായിറാത്തുൻ. അപ്പോൾ തായിറത്തുൻ തായിറാത്തുൻ, പ്ലെയിനാണ് തായിറത്തു എന്ന് പറഞ്ഞത്. അപ്പോൾ തിൽക്ക തന്നെ, കാരണം തായിറത്തു സ്ത്രീലിംഗാണ്. അപ്പോൾ തിൽക്ക തന്നെ. തിൽക്ക തായിറാത്തു കബീറത്തുൻ. കബീറത്തുൻ തന്നെ, പക്ഷേ ഏകവചനായിരിക്കും. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. മുകളിലത്തെ ഉദാഹരണത്തിൽ സാഅത്തു എന്ന് വരുമ്പോഴും ഹാദിഹി ഏകവചനായിരിക്കും, റഖീസത്തുനും ഏകവചനായിരിക്കും. ഈ ഉദാഹരണത്തിൽ തായിറാത്തു എന്ന് വരുമ്പം തിൽക്ക ഏകവചനായിരിക്കും, കബീറത്തുനും ഏകവചനാണ്. ഹാദ ത്വാലിബുൻ ജദീദുൻ.
ഇത് പിന്നെ ആണായി, ത്വാലിബുൻ വിദ്യാർത്ഥി. പക്ഷേ ഇത് ബുദ്ധിയുള്ളതാണ്, ശ്രദ്ധിക്കണം. ബുദ്ധിയുള്ളതാണ്, ബുദ്ധി ഇല്ലാത്തതല്ല. അപ്പോൾ ഹാദക്ക് പകരം എന്താ വരാ? ഹാ ഉലായി. ഹാദിഹി എന്ന് എഴുതി പോകരുത്, കാരണം ത്വാലിബ് വിദ്യാർത്ഥി ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ ഹാ ഉലായി തുല്ലാബുൻ, പിന്നെ ജദീദുൻ എന്താവും? ജദീദു തുന്നാണോ? അല്ല, കാരണം എന്താ? ഇത് ബുദ്ധിയുള്ള ആളുകളാണ്, വിദ്യാർത്ഥികൾ. അപ്പോൾ ഹാ ഉലായി തുല്ലാബുൻ, ജദീദിൻ്റെ ബഹുവചനം തന്നെ എഴുതണം, ജുദുദുൻ. ഹാദൻ്റെ ബഹുവചനം തന്നെ എഴുതണം, ഹാ ഉലായി. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. ദാലിക റജുലു ആലിമുൻ കബീറുൻ. ഇവിടെ പിന്നെയും ബുദ്ധിയുള്ള ആളാണ് വന്ന, പുരുഷൻ, റജുൽ. അപ്പോൾ എല്ലാത്തിൻ്റെയും ബഹുവചനം തന്നെ എഴുതണം, ഏകവചനം സ്ത്രീലിംഗം അല്ല എഴുതേണ്ടത്, കാരണം ഇത് ബുദ്ധിയുള്ള പുരുഷനാണ്. അപ്പോൾ എന്താ? ഉലായിക റിജാലു ഉലമാഉ കിബാറുൻ. ആ പുരുഷന്മാർ വലിയ പണ്ഡിതന്മാരാണ്. ആലിം എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ, അതിൻ്റെ ബഹുവചനാണ് ഉലമാഉ, പണ്ഡിതന്മാർ. അപ്പോൾ എല്ലാം ബഹുവചനമായിരിക്കണം, എല്ലാം മുദക്കറായിരിക്കണം. അപ്പോൾ ഉലായിക റിജാലു ഉലമാഉ കിബാറുൻ. അടുത്തത് ലാസ്റ്റ്, ഹാദൻ നെഹ്റു കബീറുൻ. ഈ നദി വലുതാണ്. അപ്പോൾ ഇത് ബുദ്ധിയില്ലാത്തതാണ്. അപ്പോൾ ഹാദിഹിൽ അൻഹാറു കബീറത്തുൻ. അപ്പോൾ ഏകവചനം സ്ത്രീലിംഗാക്കണം, ഹാദിഹിൽ അൻഹാറു കബീറത്തുൻ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതെല്ലാം ഈ രണ്ട് നേരത്തെ പറഞ്ഞതും ഇപ്പോൾ ഉള്ള നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസറും ഇപ്പോൾ ഉള്ള ഈ ഏകവചനം ബഹുവചനാക്കലും ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും.